അതിനെന്താ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനും ഗുരുവായൂർ ഭക്തനാണ്. ചിത്രം എടുത്താൽ എന്താ കുഴപ്പം? എന്താ ചിത്രം ദർശനത്തിന് പോവുകയാണെങ്കിൽ ധൈര്യത്തിൽ പോകണം, ആര് തടയും? നമസ്കാരം. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണോ മക്കളായി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മാസവും 1-ാം തീയതി സങ്കടം പറയാൻ ഗുരുവായൂർക്ക് പോയിക്കൊണ്ടിരുന്ന അച്ഛൻ്റെ മകനാണ് കെ മുരളീധരൻ. എന്നാൽ പിണറായി പുത്രൻ ഗുരുവായൂരിൽ പോയതിൽ ഒരു തെറ്റുമില്ലെന്നും ഒളിച്ചു പോയത് എന്തിനാണെന്നുമാണ് മുരളിയുടെ ചോദ്യം. പിണറായിക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒന്നും ഈ മകൻ ചെയ്യുകയില്ല. താൻ ഗുരുവായൂരപ്പനെ തൊഴുതു എന്നറിഞ്ഞാൽ പ്രസ്ഥാനത്തിന് ഗ്ലാനി സംഭവിക്കുമെന്ന് ഈ മകൻ കരുതിയിട്ടുണ്ടാകും. തന്നെ തൊഴാനൊരുത്തൻ പാത്തും പതുങ്ങിയും വന്നു എന്ന് കരുതി ചോദിക്കുന്നത് എന്തെങ്കിലും കൊടുക്കാതിരിക്കുമോ ഉണ്ണികൃഷ്ണൻ? ഭക്തിയും വിഭക്തിയും കണ്ണൻ സ്വീകരിക്കാറുണ്ടെങ്കിലും ചില നേരത്ത് ചില്ലറ കുരുത്തക്കേടുകൾ കൃഷ്ണനും കാണിക്കും. വേണമെങ്കിൽ മങ്ങാട്ടച്ഛൻ്റെ വേഷം കെട്ടും പൂന്താനത്തെ രക്ഷിക്കും. വില്ലുമംഗലത്തിന് ഉടലോടെ ദർശനം നൽകിയെന്നിരിക്കും. കുറൂരമ്മ കരിക്കലത്തിൽ അടച്ചിട്ട് വെച്ചിട്ടും പിണങ്ങിയില്ല. മേൽപ്പത്തൂരിൻ്റെ വിഭക്തിക്കുള്ള മരുന്നും കൊടുത്തു. ഇങ്ങനെയൊക്കെയുള്ള മഹാകുസൃതിക്കാരനായ കണ്ണനെ കാണാൻ ഒരുത്തൻ ഒളിച്ചും പാത്തും തലവഴി മുണ്ടിട്ട് വന്നു എന്ന് കരുതി കൃഷ്ണനുണ്ടോ വല്ല നീരസവും? വിജയൻ്റെ ഉണ്ണി വന്നല്ലോ എന്നൊരു ചിന്തയെ ഗുരുവായൂരപ്പന് കാണൂ. ഡാഡി ഞാൻ കണ്ടു, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കയറി ചെന്ന മകനെ ആ പിതാവ് ഗാഠം പുണർന്നിട്ടുണ്ടാകും. അങ്ങനെ ചുളിവിൽ മകന് കിട്ടിയ അനുഗ്രഹത്തിൽ പകുതി വസൂലാക്കി കാണും. പക്ഷെ എന്നെ ഒരുത്തൻ കണ്ടച്ഛാ, അവനേ കണ്ടിട്ടുള്ളൂ, അവന് ഞാൻ കണക്കിന് കൊടുത്തച്ഛാ എന്നുകൂടി പറയുമ്പോൾ ഡാഡി പറയും, കണ്ടോടി നമ്മുടെ മോൻ. രക്ഷാപ്രവർത്തനമൊക്കെ അവനും പഠിച്ചിരിക്കണു. കണ്ണന് മുമ്പിൽ നിന്നപ്പോൾ ആ മകൻ എന്തായിരിക്കും പ്രാർത്ഥിച്ചത്? ഭഗവാനോട് പ്രാർത്ഥിച്ച കാര്യം പെറ്റ തള്ളയോട് പോലും പങ്കിടാൻ പാടില്ലെന്നാണ്. പ്രാർത്ഥനയുടെ ഫലം പോകും. 10 കൊല്ലം ഭരിച്ച എൻ്റെ അച്ഛനെ ഉടലോടെ വൈകുണ്ഠത്തിൽ കൊണ്ടുപോകണേ എന്നായിരിക്കുമോ? എൻ്റെ ഡാഡി ആയുഷ്കാലം കേരളത്തിൻ്റെ സാമ്രാജ്യാധിപൻ ആയിരിക്കണേ എന്നായിരിക്കുമോ? അച്ഛൻ ധർമ്മടത്ത് ഒന്ന് ജയിച്ചു കിട്ടണേ എന്നായിരിക്കുമോ? അതോ ED നോട്ടീസിൽ നിന്നും തന്നെ കരകയറ്റണേ എന്നാണോ? ഭഗവാനെ ഗുരുവായൂരപ്പ, അങ്ങയുടെ ഭക്തർ എന്ത് വരം കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അങ്ങേക്ക് തന്നെയാണ്. പക്ഷേ 10 വർഷം അനുഭവിച്ച ഞങ്ങൾ പാവങ്ങളെ ഇനി ഒരു പരീക്ഷണത്തിന് ഇട്ടുകൊടുക്കരുതേ. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ്റെ പുത്രൻ ഗുരുവായൂരിൽ ദർശനം നടത്തിയത് വാർത്തയായത്? അദ്ദേഹത്തെ കണ്ട് ക്ഷേത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ഇറങ്ങി വന്ന് ആനയിച്ചു കൊണ്ടുപോയി എന്നാണ് വാർത്തയിൽ കണ്ടത്. ആനയിച്ചു കൊണ്ടുപോകാൻ ഇയാളെന്താ ആനയാണോ? ദൈവമില്ല, അമ്പലമില്ല, പാർട്ടിയാണ് നമുക്ക് ദൈവം. അന്നവസ്ത്രാദികൾ മുടക്കമില്ലാതെ നൽകി കമ്മ്യൂണിസ്റ്റുകാരെ കാത്തുപോരിക്കുന്നത് പാർട്ടിയാണ്. പാർട്ടി ഉണ്ടെങ്കിൽ മനുഷ്യനെ വലിപ്പിച്ച് നമുക്ക് ജീവിക്കാം എന്നൊക്കെ കരുതുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. മാർക്സിസത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളിലൊന്ന് വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണല്ലോ. ഇങ്ങനെയൊക്കെ പിണറായി വിജയൻ മകനെ പറഞ്ഞു പഠിപ്പിച്ചായിരുന്നു. പ്രപഞ്ചത്തിൽ പ്രാഥമികമായത് പദാർത്ഥമാകുന്നു, ആശയം പിന്നീടുണ്ടായതാണ്. പ്രപഞ്ചം ഏതെങ്കിലും ആശയത്തിൻ്റെ സൃഷ്ടിയല്ല. മാർക്സിൻ്റെ താടിയിൽ നിന്നും കൊഴിഞ്ഞു വീണ രോമത്തിൽ നിന്നും ഈ ലോകമുണ്ടായി. ഇങ്ങനെയാണ് കമ്മികൾ കരുതി വരുന്നത്. ദൈവം, ആത്മാവ്, മാലാഖ തുടങ്ങിയ ശക്തികളൊന്നും ഇവിടെയില്ല. ഉള്ളത് കമ്മ്യൂണിസവും അതിൻ്റെ കിങ്കരന്മാരും മാത്രമാണ്. കമ്മ്യൂണിസത്തിൽ ഒരു ഭൗതിക ലോകമേ ഉള്ളൂ. സ്വർഗവും നരകവുമില്ല. അയ്യപ്പനും ഗുരുവായൂരപ്പനുമില്ല. കമ്മ്യൂണിസ്റ്റുകളുടെ സ്വർഗം ഈ ലോകമാണ്. അവർക്ക് കൈയിട്ട് വാരാനും കക്കാനുമുള്ളതെല്ലാം മനുഷ്യൻ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു തലമുറയെ പഠിപ്പിച്ചു വെച്ച് സകല അന്ധക്കരണങ്ങൾക്കും തെമ്മാടിത്തരങ്ങൾക്കും പറഞ്ഞുവിട്ട് തന്തയെ തല്ലിച്ചും കണ്ടവനെ കൊല്ലിച്ചും പാർട്ടി വളർത്തിയെടുക്കുന്ന കിങ്കരന്മാരാണ് കമ്മ്യൂണിസ്റ്റുകൾ. വല്ല പള്ളിയിലോ അമ്പലത്തിലോ പോയി പ്രാർത്ഥിച്ചാൽ ഇവന്മാർ ചിലപ്പോൾ നല്ലവരായി ദൈവത്തിങ്കലെങ്ങാനും പോയാലോ? മതജീവിതം നയിച്ചാൽ പിന്നെ അടിമകൾ പുരോഹിതന്മാരെ വിശ്വസിക്കാൻ തുടങ്ങും. അതോടെ കമ്മ്യൂണിസം പാളിപ്പോകും. ഒരാൾ മതവിശ്വാസിയായി ജീവിച്ചാൽ മരിക്കാൻ കിടക്കുമ്പോൾ അന്ത്യകൂദാശ വേണമെന്ന് ആഗ്രഹം വരും. അത് കൊടുക്കാൻ വരുന്ന ബിഷപ്പിനെ പിന്നെ നമ്മൾ നികൃഷ്ട ജീവി എന്ന് വിളിക്കേണ്ടി വരും. അമ്പലത്തിൽ പോയി ദീപാരാധന കണ്ട് തൊഴുതു തുടങ്ങുന്നവൻ മിശ്രവിവാഹത്തിന് സമ്മതിക്കാതെ വരും. പിന്നെ എങ്ങനെ വിപ്ലവം നടത്തിക്കൊടുക്കും? തലമുറകൾക്ക് മീതെ ഒരു മതപുരോഹിതൻ്റെ നിയന്ത്രണം ഉണ്ടായിക്കൂടാ. അങ്ങനെ വന്നാൽ കൊടി പിടിക്കാൻ നാട്ടിൽ പിള്ളേരില്ലാതെ വരും. അടങ്ങി ഒതുങ്ങി ദൈവഭക്തിയോടെ ജീവിക്കുന്ന ചെറുപ്പക്കാർ കൊടി പിടിക്കാൻ പോകാതെ വരും. തന്തയെയും തള്ളയെയും സ്നേഹിച്ചാൽ അവനെ വീട്ടുകാര്യങ്ങൾ നോക്കി ഇരുന്നു പോകും. ഒരു പീഠ എറുമ്പിനും വരുത്തരുതെന്ന് ചൊല്ലി വളർന്നവൻ കണ്ടവൻ്റെ തല അടിച്ചു പൊട്ടിക്കാൻ പോകാതെ വരും. ഹിംസ പാപമാണെന്ന ഗാന്ധിമാർഗം പഠിച്ചാൽ 51 വെട്ടുവെട്ടാനും ബോംബെറിയാനും ആളെ കിട്ടാതെ വരും. അതുകൊണ്ടാണ് പാർട്ടി ആരെയും മറ്റൊന്നിനും വിട്ടുകൊടുക്കാത്തത്. മറിച്ച് നേതാക്കളുടെ മക്കളെ നോക്കൂ. അവർ ഓഫീസ് വിട്ടാൽ വീട്, വീട് വിട്ടാൽ ഓഫീസ്.
നേതാവിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ലോക്കൽ ദൈവങ്ങളെക്കാൾ വിശ്വാസം പ്രശസ്തമായ ക്ഷേത്രങ്ങളിലാണ്. മുത്തപ്പൻ മുടിപ്പുരയിൽ പോകുന്നതിനേക്കാൾ നല്ലത് മധുരയിലെ ബൃഹദേശ്വരനെയോ ഗുരുവായൂരപ്പനെയോ VIP പരിഗണനയോടെ തൊഴുന്നതാണ്. ഗുരുവായൂർ ചെന്നാൽ കൃഷ്ണൻ ഇരിക്കുന്നത് എവിടെയാണെന്ന് പിണറായിക്ക് അറിയില്ലായിരുന്നു. അവിടെ വെളിച്ചം കാണുന്നു, അവിടെയാണോ കൃഷ്ണൻ ഇരിക്കുന്നത്? ഇതായിരുന്നു ആ ചോദ്യം. ആഹാ, എന്തൊരു നിഷ്കളങ്കനായ കമ്മ്യൂണിസ്റ്റ്! അപ്പോൾ ദൈവങ്ങളുള്ളിടത്ത് വെളിച്ചമുണ്ടെന്നൊക്കെ പിണറായിക്ക് അറിയാം. ശബരിമലയിൽ ചെന്നപ്പോൾ ശ്രീകോവിലിലേക്ക് ഒന്ന് ഒളിഞ്ഞു നോക്കിയത് പോലുമില്ല. ഭൗതികവാദിയാണല്ലോ. പക്ഷേ കട്ടളയിലും കൊടിമരത്തിലും കഥകിലുമായിരുന്നു കണ്ണ്. വിജയൻ കണ്ണുവെച്ചതൊന്നും നേടാതിരുന്നിട്ടില്ല പാർട്ടി. പക്ഷേ വാവർ നടയിലെ കുരുമുളകും കൽക്കണ്ടവും ചേർന്ന പ്രസാദം വായിലിട്ട് മതേതരനായി പ്രഖ്യാപിച്ചു. ഒരിടത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ മുഖത്ത് വെളിച്ചമടിച്ചപ്പോൾ വിളക്കണയ്ക്കാൻ ക്ഷേത്രത്തിലേക്ക് പോക്സോ മാമനായ ശിവൻകുട്ടിയെ വിട്ട പുള്ളിയാണിദ്ദേഹം. ശബരിമലയിൽ സ്ത്രീകൾ കയറിയല്ലോ, എന്താ ഹർത്താലില്ലേ? ഒരു സ്ത്രീ കയറിയപ്പോൾ ഹർത്താൽ നടത്തിയവർ എന്തുകൊണ്ടാണ് 2 സ്ത്രീകൾ കയറിയപ്പോൾ ഹർത്താൽ നടത്താത്തത് എന്ന് പരിഹസിച്ചയാളാണ്. ഹിന്ദുമത ചിഹ്നങ്ങളൊന്നും പിണറായി അണിഞ്ഞിട്ടേയില്ല. ആരും കാണെ ചന്ദനം തൊടില്ല, തറ്റുടുക്കില്ല. പക്ഷേ കഫിയ അണിയും. ഇതുപോലൊരു വ്യാജ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകൻ ഗുരുവായൂരിൽ അമ്പലത്തിൽ കട്ടുതൊഴാൻ വന്നാൽ അത് വാർത്തയാകില്ലേ സഖാക്കളെ? ഞാൻ തൊഴുത കാര്യം പുറത്തറിയരുതെന്ന് ആഗ്രഹിക്കുന്നത് എന്തൊരു കള്ളത്തരമാണ്. അവൻ യഥാർത്ഥ വിശ്വാസിയല്ല, കള്ളത്തരത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞ് എന്തോ കാര്യസാധ്യത്തിന് വന്നതാണ്. അല്ല സഖാക്കളെ, പിണറായി മോനോട് എന്താ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം പറഞ്ഞു കൊടുക്കാതിരുന്നത്? കണ്ടവൻ്റെ മക്കളെല്ലാം പരീക്ഷണ വസ്തുവാണ്. വിജയൻ പക്ഷേ സ്വന്തം മകനെ കരുതൽ ധനമാക്കി മാറ്റി പാർപ്പിച്ചു. അയാൾ പാർട്ടി അംഗമാണോ? ഏത് ബ്രാഞ്ചിലെ അംഗമാണ്? ദുബായ് ബാങ്കിലെ ഉദ്യോഗസ്ഥനാണെന്ന് അറിയാം. പിണറായിയുടെ മകൻ ചെഗുവേര, കൊണ്ടോട്ടി സഖാക്കൾ, പാഷാണം ഷാജി, ചെമ്പട തുടങ്ങിയ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിലും അംഗമല്ല. ഒരു പോസ്റ്റ് പോലും അയാൾ പാർട്ടിക്ക് വേണ്ടി ഇടാറില്ല. ചെഗുവേരയുടെ പടമണിഞ്ഞ ബനിയൻ അയാൾ ധരിക്കാറില്ല. അരിവാളും ചുറ്റികയും ഇടതു കൈയിൽ കൊടുത്താൽ എങ്ങനെ പിടിക്കണമെന്ന് അറിയില്ല. മാർക്സിനെയും P കൃഷ്ണപിള്ളയെയും കാണിച്ചു കൊടുത്താൽ ഏതാ ഈ ആംഗിൾ എന്ന് ചോദിക്കും. പുത്രന് കൃഷ്ണപിള്ളയെ അറിയില്ല, ഗുരുവായൂരപ്പനെ അറിയാം. മകൾ KKജിയെയോ EMSനെയോ അറിയില്ല, പക്ഷേ ബൃഹദേശ്വരനെ അറിയാം. KR ഗൗരിയമ്മയെ അറിയാൻ ഒരു സാധ്യതയുമില്ല, പക്ഷേ മധുര മീനാക്ഷിയെ അറിയാം. ഇതൊക്കെയാണ് പിണറായിയുടെ മക്കളുടെ രാഷ്ട്രീയ ബോധ്യങ്ങൾ. അത്രയേ ആകാവൂ. മുടങ്ങാതെ ശബരിമലയിൽ പോകുമായിരുന്ന അരുൺകുമാർ പിതാവായ VSന്റെ പേരിൽ അവസാനം വരെ ഒരു നാളികേരം മുടയ്ക്കുമായിരുന്നു. അയാൾ കെട്ടുകെട്ടി ശബരിമലയിൽ പോയതിൻ്റെയും അയ്യപ്പനെ തൊഴുതതിൻ്റെയും വീഡിയോയും വാർത്തയും വരാറുണ്ട്. ആരെങ്കിലും അത് കണ്ട് പരിഹസിച്ചതായോ അത് വിവാദമാക്കിയതായോ അറിയില്ല. പക്ഷേ പിണറായി വിജയൻ്റെ മകൻ്റെ ചിത്രം പകർത്തിയ ക്യാമറാമാനെ ഗുണ്ടാ സംഘം തല്ലുന്നു. അവിടെ ഇരിക്കുന്ന എത്രയോ CCTVകളിൽ ഇയാളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടാകും. വിശ്വാസികളെ പരിഹസിക്കുക എന്നത് പിണറായി വിജയൻ്റെ ഒരു ഹോബിയാണ്. ചെയ്തു കൂട്ടിയതിൻ്റെ ഫലമെല്ലാം അനുഭവിക്കുമെന്ന് ആരോ ചാർത്തു കൊടുത്തപ്പോഴാണ് പിണറായി അയ്യപ്പ ഭക്തനായത്. അയ്യപ്പ സംഗമം നടത്തുന്നു, അയ്യപ്പനേക്കാൾ വലിപ്പത്തിൽ ഫ്ലെക്സ് വെച്ച് അതിൽ കയറിയിരിക്കുന്നു. ആറ്റുകാൽ അമ്മയ്ക്കൊപ്പം ഇരിക്കുന്നു. മകനെ മേടത്തിലെ രോഹിണി നാളിൽ ഗുരുവായൂരിൽ അയക്കുന്നു. ഭാര്യയ്ക്കും മക്കൾക്കും മധുരയിൽ സന്ദർശനത്തിന് അനുമതി കൊടുക്കുന്നു. ക്ലിഫ് ഹൗസിൽ എത്ര തരം ഹോമപൂജാദികൾ നടക്കുന്നുണ്ടെന്ന് ആർക്കറിയാം. പക്ഷേ പിണറായി വിജയൻ നടത്തുന്ന പാപപരിഹാര ക്രിയകളെല്ലാം സർക്കാരിൻ്റെ കാശുകൊണ്ടാണ്. എന്തായാലും മകനെ കള്ളിനും കഞ്ചാവിനും കൊട്ടേഷനും ചെഗുവേരയ്ക്കും കൊണ്ടോട്ടി സഖാക്കൾക്കും വിട്ടുകൊടുക്കാതെ ഉത്തമ പുരുഷ സർവനാമമാക്കി വളർത്തിയെടുത്ത പിണറായി ദമ്പതികൾ എല്ലാ സഖാക്കൾക്കും ഒരു പാഠമാകട്ടെ. മക്കളെ വളർത്തുന്നത് ഇങ്ങനെ വേണം. വിയർപ്പ് പൊടിയാതെ വീട്ടിലിരിക്കുന്ന മകൾക്ക് 1.25 കോടി മാസപ്പടി വാങ്ങി കൊടുക്കാനുള്ള വളർച്ചയൊന്നും പിണറായിക്കല്ലാതെ വേറൊരു തന്തയ്ക്കും ഇല്ലെന്നറിയുമ്പോഴാണ് ഈ മനുഷ്യനെ നമ്മൾ തൊഴുതു പോകുന്നത്.